എല്ലാവർക്കും ചായ രുചിക്കലവറയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവണം. ഓയിൽ നന്നായി ചൂടായി. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീറ്റ്റൂട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കരുത്. ഒഴിച്ചു ഇത് വെള്ളം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടായാൽ ഈ കത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു 2 മിനിറ്റ് നേരം കൂടി കഴിഞ്ഞാൽ നമുക്കത് വേവ് പാകമായി കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം പാകമായിട്ടുണ്ടോ എന്ന്. നമ്മുടെ ബീറ്റ്റൂട്ട് ഉപ്പേരി നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും അത് ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു.